എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് വിടണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓള് കൊടുക്കണം. അപ്പം നമ്മളിടുന്ന കുട്ടി കുട്ടി വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ഞങ്ങളുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്ന് ഞാനൊരു സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ മൈദമാവ് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ 1 കപ്പ് മൈദയും 1 കപ്പ് ആട്ടപ്പൊടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 1 ടീസ്പൂൺ നെയ്യും ചേർക്കണം. 1/2 ടീസ്പൂൺ അയമോദകവും കൂടെ ചേർത്ത് നല്ല തണുത്ത വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം. പിന്നെ ഇതിനൊരു ഫില്ലിങ് വേണം. ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി സാധനം എന്തുവാന്ന് നോക്കാം. 1 സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് പൊടിക്കണം. ഇതാണ് അയമോദകം നമ്മുടെ പൊടിക്കകത്ത് ചേർത്ത് കുഴയ്ക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനൊരു മസാല വേണം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ നല്ല ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചതച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ മസാല. പിന്നെ നമുക്ക് കസൂരി മേത്തി വേണം, ചാട്ട് മസാല വേണം, നെയ്യ് അല്പം ആവശ്യമുണ്ട്. ഇതൊക്കെ ഒന്ന് വഴറ്റിയൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യനും കേരളവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സമോസയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോഴൊന്നും ചാട്ട് മസാലയും കസൂരി മെത്തിയൊന്നും ഇട്ടില്ല, നമ്മുടേതായ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ഈ മാവൊക്കെ ഒന്ന് കുഴയ്ക്കാനുള്ള പണി നോക്കാം. നമ്മുടെ മാവിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഉപ്പിട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നമ്മൾ അയമോദകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി ചേർത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ. ഇപ്പം ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്പൂണൊക്കെ ഇട്ടൊന്ന് കുഴച്ച് കാണിക്കുന്നത്. കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തിരുമ്മി നല്ല സോഫ്റ്റാക്കി ആദ്യം എടുക്കണം, ഈ നെയ്ക്കകത്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാനായിട്ട്. ഇനി നന്നായിട്ട് കുഴച്ചിട്ട് കാണാം. നെയ്യ് ഉപ്പുവിട്ട മാവ് ഇതുപോലെ നന്നായിട്ട് എല്ലാ വശവും ആ നെയ്യൊക്കെ പിടിക്കുന്ന രീതിയിൽ ഞാൻ നനച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല കട്ടിയാക്കി കയ്യിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇതേപോലെ ആകുന്ന വിധത്തിൽ എല്ലാ മാവിലും ആ നെയ്യുടെ അംശം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ഇച്ചിരി തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. തണുത്ത വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല തണുത്ത വെള്ളം കിട്ടും. അപ്പോൾ ഇനി ഇത് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതേ ഒരു പരുവത്തിന് ഇനി കുഴച്ച് എടുത്തിട്ട് നമുക്ക് കാണാം. ചപ്പാത്തിക്ക് പോലെ മാവ് ഞാൻ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഇതിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനുണ്ട്. അപ്പം ഞാനൊരു ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് അതിനെ ഇങ്ങനെ തിരുമ്മി ഉടച്ച് വലിച്ചുമൊക്കെ നന്നായിട്ട് കുഴയ്ക്കണം ഇതിനെ. അപ്പം നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് ഞാൻ കാണിക്കാം. ചപ്പാത്തി മാവ് ഇതുപോലെ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിനെ 5 ബോളാക്കി മാറ്റി അത് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഈ കല്ലിലിട്ട് നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുത്ത് വെച്ചിരിക്കുവാണ്. ഇനി ഇത് നമുക്ക് പരത്തിയൊക്കെ എടുക്കണം. അതിന് മുന്നേ നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ വഴറ്റാനുള്ള പരിപാടിയൊക്കെ നോക്കാം. ഇതവിടെ കുറച്ച് നേരം ഇരുന്നോട്ടെ. ഈ സമൂസയൊക്കെ ശരിക്കും ഉണ്ടാക്കുമ്പോഴത്തേക്ക് എൻ്റെ മാവ് കുറച്ചൊരു 1-2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് അതിൻ്റെ കവറിങ് ഒക്കെ കിട്ടും.
പുറമേയുള്ള ആ ഒരു ഭാഗം നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ഒത്തിരി നേരം നേരത്തെ തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കണം. അപ്പം ഞാനിത് പെട്ടെന്ന് തയ്യാറാക്കാൻ വെച്ചുകൊണ്ടൊരു അരമണിക്കൂറൊക്കെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വഴറ്റാനുള്ള പരിപാടി നോക്കാം. ഞാൻ സ്റ്റൗ കത്തിച്ചൊരു കുഞ്ഞ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാലക്കൂട്ടെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. മതി, ഇത്രയും മതി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. ചീനിച്ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി പച്ചമുളകും ചതച്ചിട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കാം. ഒരുപാട് മൂക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലയില്ലേ, മല്ലി, പെരുംജീരകം, നല്ല ജീരകം, അതും ഒന്നിട്ട് ഇളക്കാം. അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടി എടുത്തതോടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ പച്ച ചുവയൊന്ന് മാറുന്ന വരെ ഇളക്കിയാൽ മതി. ഒരുപാട് മൂത്ത് പോകാൻ നിൽക്കേണ്ട കാര്യമില്ല. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ച സവോള കൂടെ ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് ഒരു ലേശം ഉപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. സവോള ഒന്ന് വാടി വരണം. എന്നിട്ട് വേണം നമുക്ക് പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കി വേണം ചേർക്കാൻ. പച്ചമുളകിൻ്റെ ആ കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. വേറെ ഒരു എരിവും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. മല്ലിയും പെരുംജീരകവും നല്ല ജീരകവും ഒന്ന് ചൂടാക്കി പൊടിച്ചത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ്. ഇവിടെ നോർത്ത് ഇന്ത്യൻ സമോസ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ നമുക്കിപ്പോഴേ കിട്ടിക്കഴിയും. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഞാൻ ആ സവോള വാടിയപ്പോൾ അതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. അപ്പം നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഒരുപാട് കൂടി പോകാനും പാടില്ല. നമ്മുടെ ആവശ്യത്തിന് ഫില്ലിങ്ങിന് ഉപ്പ് ഉണ്ടാകാൻ പാടുള്ളൂ. ഇതൊന്ന് ഇളക്കി ചേർത്തിട്ടൊക്കെ കാണാം. ഇനി ഒരുപാട് വേകേണ്ട ആവശ്യമൊന്നുമില്ല. കിഴങ്ങൊക്കെ വെന്തിരിക്കുന്നതാണ്. സവോള എല്ലാം വാടിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് സമോസയ്ക്കുള്ള ആ ഒരു മാവ് പരത്തിയെടുക്കണം. സമോസയുടെ ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ട് അതിലിത് ഫില്ല് ചെയ്ത് എണ്ണയിൽ വറുത്തെടുക്കണം. അത്രയേ ഉള്ളൂ പരിപാടി. ഇത് നന്നായിട്ടൊക്കെ ഒന്ന് യോജിപ്പിക്കട്ടെ. അപ്പം ഇതിനകത്തുള്ള ഒരു മെയിൻ സാധനം ഞാൻ കാണിക്കാൻ വിട്ടുപോയി. പക്ഷേ അത് വേവിച്ചൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞ് ഒരു 2 വിസിൽ കേൾപ്പിച്ച് വേവിച്ച് വെച്ച്, ഒത്തിരി ഉടഞ്ഞു പോകാതെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതുകൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കാനൊക്കെ വിട്ടുപോയി. ലേശം ഉപ്പിട്ട് നമ്മൾ വേവിച്ച് വെച്ചതായിരുന്നു. ഇതുകൂടെ ഇതിനകത്തോട്ട് ചേർത്ത് നമുക്ക് കുഴയ്ക്കാം. കുഴച്ച് കഴിഞ്ഞാൽ ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഗ്രീൻ പീസ് നമ്മൾ ഉപ്പിട്ട് വേവിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി മാവൊക്കെ പരത്തുമ്പോഴത്തേക്ക് കാണാം. അരിഞ്ഞു വെച്ച മല്ലിയില കൂടെ നമ്മുടെ ഫില്ലിങ്ങിനകത്തോട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഫില്ലിങ്ങിനകത്തേക്ക് ഇനി നമുക്ക് ഒരു സ്വല്പം കസൂരി മേത്തി ഇങ്ങനെ കയ്യിലൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ലേശം ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ ചാട്ട് മസാല കൂടെ ഇട്ട് കൊടുക്കണം.
നമുക്ക് ചെറിയ സ്പൂണിന് 3/4 ടീസ്പൂൺ ചാട്ട് മസാല കൂടെ ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം. നമുക്ക് ചാട്ട് മസാലയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഇട്ടും സമൂസയൊക്കെ ഉണ്ടാക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇരുന്നത് കൊണ്ട് ഞാൻ ഇച്ചിരി ചേർക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു ബോൾ ഇങ്ങനെ എടുത്തിട്ട് പതുക്കെ പരത്തി കൊടുക്കാം. ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലാക്കി നമ്മൾ പരത്തിയെടുക്കണം. ഇതൊന്ന് പരത്തിയിട്ട് കാണിക്കാം. അപ്പോൾ എടുത്തു വെച്ച ബോൾ ഞാൻ ഇതുപോലെ ചെറിയൊരു ചപ്പാത്തിയുടെ പരുവത്തിന് പരത്തി വെച്ചിട്ടുണ്ട്. ഇച്ചിരി കട്ടിക്ക് തന്നെ വേണം ഇത് പരത്താനായിട്ട്, അല്ല നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പോൾ അത് വിട്ടുപോകും. ഇനി ഇതിനെ നമുക്ക് നേർ പകുതിയാക്കി മുറിച്ചെടുക്കാം. 2 സമൂസ ഷീറ്റാക്കി മാറ്റണം. ഇങ്ങനെ ഇതേ കണക്ക് 2 ഷീറ്റാക്കി മാറ്റണം. വെച്ച ആ ഒരു പീസ് എടുത്ത് നമുക്ക് ഇതുപോലെ ഒരു കോൺ പോലെ ആക്കി ഇങ്ങനെ ആക്കി എടുക്കണം. ഒരു കൂട് പോലെ ആക്കി എടുക്കണം. വളരെ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യേണ്ട കാര്യമായത്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഫില്ലിങ് നിറച്ച് ഇതുപോലെ ഒരു സമോസ ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ അങ്ങനെ ആക്കി എടുത്ത് വയ്ക്കാം. അപ്പം ഞാനിവിടെ 6 സമോസയുടെ സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കണം. നമ്മൾ മടക്കിയൊക്കെ ഒട്ടിക്കുമ്പോഴത്തേക്കും വെള്ളമൊന്നും ഒരുപാട് വാരി തേക്കരുത്. തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കോണായിട്ട് കിട്ടാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. എനിക്ക് 1-2 എണ്ണമൊക്കെ അങ്ങനെ പറ്റി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. ഞാൻ അടുപ്പിൽ കൊച്ചു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ സമൂസയായിട്ട് ഇട്ട് കൊടുത്ത് മുരിച്ചെടുക്കാം. ചെറിയ ചീനിച്ചട്ടിയായിട്ട് ഒരെണ്ണമേ കിടക്കുള്ളൂ. തീ കുറച്ചിടാം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. ഇവിടെ സമൂസ ഇവിടെ അങ്ങനെ ഏകദേശം മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. അങ്ങനെ അടിപൊളി സമൂസ ഞാനിവിടെ റെഡിയാക്കി കഴിഞ്ഞു. ചാട്ട് മസാലയും കസൂരി മേത്തിയും ചേർത്തത് കൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അത് ഒരെണ്ണം തുറന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.